الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد العزة فلله العزة جميعا إليه يسعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും തെറ്റുകളും പോരായ്മകളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവർ അള്ളാഹു അവർക്കും നമുക്കും ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയുമൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകമായി നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ന് സർജറിക്ക് വിധേയനാകുകയാണ്. അദ്ദേഹം ദുആന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും തഖ്വയും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് നൽകിയ വളരെ കുറഞ്ഞ നൈമിഷികമായ ഈ ജീവിതത്തിൽ അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അധ്വാനത്തിലും കഷ്ടപ്പാടിലും ക്ലേശത്തിലുമൊക്കെ കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യമായ അള്ളാഹുവിനെ തിരിച്ചറിയലും അള്ളാഹുവിൻ്റെ തൃപ്തി നേടലും അള്ളാഹുവിന് വേണ്ടി നമ്മളെ സമർപ്പിക്കലുമൊക്കെ ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ പലപ്പോഴും മനുഷ്യനാകുന്ന നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ വീഴ്ച വരുത്താറുണ്ട് എന്നുള്ളതാണ് സത്യം. ആഖിറം എന്ന് പറയുമ്പോൾ അത് കാലാകാലത്തേതാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഈ ആഖിറത്തിലേക്ക് വേണ്ടി തയ്യാറാകേണ്ടത് ഈ കുറഞ്ഞ കാലത്തെ ജീവിതം കൊണ്ടാണ്. എന്നാൽ ഈ കുറഞ്ഞ കാലത്തെ ജീവിതം നമ്മളിങ്ങനെ നോക്കിയാൽ ഒരു 10-20 വയസ്സ് വരെ വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിൻ്റെയും പേരിൽ നമ്മളങ്ങനെ സമയങ്ങൾ കഴിച്ചു കൂട്ടുന്നു. അത് കഴിയുമ്പോൾ വിവാഹം കഴിയുന്നു, ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ വരുന്നു, അങ്ങനെ കുറേ കാലം പോകുന്നു. പിന്നെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ കല്യാണം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി അങ്ങനെ കുറേ വർഷങ്ങൾ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ സ്വത്വത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനും താൻ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് വന്നത്, എന്താണ് തൻ്റെ നിയോഗ ലക്ഷ്യം എന്നൊക്കെ യഥാർത്ഥമായി ചിന്തിക്കുവാനും ആലോചിക്കുവാനൊക്കെ മനുഷ്യൻ തുടങ്ങുമ്പോഴേക്ക് തന്നിലേക്ക് ആകസ്മികമായി മരണം വരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ ഈ അവസ്ഥകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിമക്ക് സ്വബോധമുണ്ടാകുവാനും തിരിച്ചറിവുണ്ടാകുവാനും ഈ അശ്രദ്ധയിൽ നിന്നും മാറി യഥാർത്ഥമായ ജീവിത ലക്ഷ്യം എന്താണ്, തന്നെ എന്തിനാണ് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്, തൻ്റെ ഈ ആയുസ്സും ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് വിനിയോഗിക്കേണ്ടത് എന്നൊക്കെ ഒരു തിരിച്ചറിവുണ്ടാക്കി നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സംവിധാനത്തിൽ അള്ളാഹു ചില ഏർപ്പാടുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്.
ആ ഒരു ഉണർവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ ഇബാദത്തുകളെ, കർമ്മങ്ങളെ അള്ളാഹു നമ്മുടെ മുമ്പിൽ സംവിധാനിച്ചിരിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ നമസ്കരിക്കാറുണ്ട്, എല്ലായ്പ്പോഴും നമ്മൾ നോമ്പ് നോൽക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ പുറമെ അള്ളാഹു തആല ചില പ്രത്യേക മാസങ്ങൾ, ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക ദിവസങ്ങൾക്കൊക്കെ ഫളാഇൽ പറയപ്പെടുകയും മഹത്വങ്ങൾ പറയപ്പെടുകയും ആ സമയത്ത് മനുഷ്യൻ കൂടുതൽ ഉണർവിലാവുകയും തൻ്റെ ഈ പറയപ്പെട്ടതുപോലെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഇന്ന ലിറബ്ബിക്കും ഫി അയ്യാമി ദഹ്രിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറളൂ ലഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിൻ്റെ ഇടയിൽ അല്ലാഹു തആല അവൻ്റെ ഭാഗത്തു നിന്നും ലനഫഹാത്തിൻ ചില തരംഗങ്ങളെ അല്ലാഹു തആല മനുഷ്യന്മാർക്ക് മുമ്പിൽ അല്ലാഹു ഇട്ടുകൊടുക്കും. എന്തിനാണ് ഈ തരംഗങ്ങളെ അല്ലാഹു ഇട്ടുകൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാറ്റിനെ അല്ലാഹു അടിച്ച് വീശിപ്പിക്കുന്നത്? ആ കാറ്റ് നമ്മളിലേക്ക് ഏറ്റുകൊണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അലാ ഫതഅറളൂ ലഹാ. അങ്ങനെ നിങ്ങളുടെ ആയുസ്സിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, അതിനുള്ള സമയവും അതിനുള്ള മാസവും അങ്ങനെയുള്ള അമലുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫതഅറളൂ ലഹാ, നിങ്ങൾ ശങ്കിക്കാതെ നിങ്ങൾ അതിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വെളിപ്പെടണം, നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകണം, നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലഅല്ല അഹദകും അൻ തുസീബഹു മിൻഹാ നഫഅത്തുൻ. അല്ലാഹു ഇങ്ങനെ തരംഗങ്ങളെ അയക്കുമ്പോൾ അത് ചിലപ്പോൾ റമളാനായിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ചകളായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ആളുടെ മരണങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങളായിരിക്കും. ഇതൊക്കെ ആയിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അടിമുടി മാറ്റുന്നുണ്ടാവുക. അങ്ങനെ ഈ തരംഗങ്ങൾ അയക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ലാ യഷ്ഖാ ബഅദഹാ അബദ, അതിനുശേഷം പിന്നീട് ആ മനുഷ്യൻ പരാജയത്തിലേക്ക് എത്തുന്നതേയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. അപ്പം ഇത് ചില ആളുകൾക്ക് വ്യക്തിപരമായി ഇങ്ങനത്തെ അവസരങ്ങൾ അല്ലാഹു തആല നൽകും. നമുക്ക് ചില ആളുകളെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ കാണാം, വർഷങ്ങളോളം കൊള്ള നടത്തുകയും വർഷങ്ങളോളം ആക്രമങ്ങളൊക്കെ നടത്തിയ മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തിൽ കൂടി ആളുടെ ജീവിതം അടിമുടി മാറുന്നു. അവർ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അനുസരണയിലേക്ക് വരുന്നു. ഇങ്ങനെ പല മഹാന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല എന്ന് പറയുന്ന വലിയ മശായിഖിനെ പറ്റി, മഹാനെപ്പറ്റി നമ്മൾക്ക് അവരുടെ കിതാബുകളിൽ വായിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച മനുഷ്യനൊന്നായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും ഇച്ഛകൾക്കുമൊക്കെ വഴിപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ഉറക്കത്തിൽ വെച്ചൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കാണുമ്പോൾ എന്താ അദ്ദേഹം കാണുന്നത്? ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. തീപിടുത്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് ഒരു തീഗോളം ഇദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും എങ്ങോട്ട് ചെതിരി ഓടുമ്പോൾ ഇയാളെ മാത്രം ഈ തീഗോളം ഇങ്ങനെ പിറകിൽ കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. അയാളെ നിന്ന് കുതിര രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവസാനം ഒരു കുന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ മലഞ്ചെരിവ് കണ്ടപ്പോൾ ഈ മാലിക് ബിൻ ദീനാർ എന്ന് പറയുന്ന വ്യക്തി ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയും ആകസ്മികമായി അല്ലെങ്കിൽ ചെറിയ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് ഈ തീയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഉറക്കത്തിൽ നിന്ന് നെട്ടി മാലിക് ബിൻ ദീനാർ വലിയ ബേജാറായി, അസ്വസ്ഥതയായി അന്ന് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനെടുക്കൽ പോയിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു സിഗ്നലാണ്, ഒരു സൂചനയാണിത്. നിങ്ങളുടെ നാശത്തിൻ്റെ വക്കിലാണുള്ളത്. പക്ഷെ എന്തോ ഒരു അമൽ, എന്തോ നിങ്ങളൊരു നന്മയുടെ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ മലമുകളിൽ പ്രവേശിച്ചത് എന്ന് അദ്ദേഹം വ്യാഖ്യാനം നൽകുകയും അവിടുന്ന് മഹാനവറുകൾ തൗബ ചെയ്യുകയും പിന്നീട് വലിയ അവസ്ഥകളിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ചില ആളുകൾക്ക് വ്യക്തിപരമായ അവസ്ഥകൾ ചിലപ്പോൾ അല്ലാഹു തആല നൽകും. ചിലപ്പോൾ കുടുംബത്തിൽ ആരുടെങ്കിലും മരണമായിരിക്കും. നിങ്ങൾക്ക് അറിയുണ്ടാകും, കേരളക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു യുക്തിവാദി ആയി ജീവിച്ച് 19 വർഷം യുക്തിവാദിയായി ജീവിച്ച് ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയുണ്ട്. അയ്യൂബ് മൗലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദർസിൽ പഠിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ ദർസ് പഠനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം യുക്തിവാദത്തിലേക്ക് പോയി. അള്ളാഹു നമ്മുടെ ഈമാൻ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയോ സാഹചര്യങ്ങൾ നീണ്ട 19 വർഷം അയാൾ ഭൗതികവാദത്തിൽ നിലകൊണ്ടു. ആ 19 വർഷത്തിനിടയിൽ അയാൾ ഇസ്ലാമിനെതിരെ സംവാദങ്ങൾ നടത്തി, ഇസ്ലാമിനെതിരെ അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിയ ആ വ്യക്തി. പക്ഷെ 19 വർഷം കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല അയാൾക്ക് ഹിദായത്ത് കൊടുത്ത് അയാൾ തിരിച്ചു വന്നു.
2 ആഴ്ചകൾക്കപ്പുറത്ത് ഈ ഉള്ളവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായി വന്നത് ഈ അയ്യൂബ് മൗലവിയായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ചോദ്യോത്തര സെഷനായിരുന്നു, അഭിമുഖമായിരുന്നു. അന്ന് അയ്യൂബ് മൗലവി ഇൻ്റർവ്യൂ ചെയ്തത്, അഭിമുഖം നടത്തിയത് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ 19 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ എന്നല്ല, 20 വർഷത്തോളം ഏകദേശം കഴിഞ്ഞു ആ മാർഗത്തിൽ ഇസ്ലാമിനെതിരെ നിരന്തരം പ്രസംഗിക്കുക. അദ്ദേഹം പറയാണ്, ആ കാലഘട്ടത്തിലാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റോ, ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, അദ്ദേഹവുമായി വരെ സംവാദം നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിമർശന പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ തിരിച്ചു വരവ്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒറ്റ സുപ്രഭാതത്തിൽ സംഭവിച്ചതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ ഈ പറഞ്ഞതിൽ അള്ളാഹു താല ചില ആളുകൾക്ക് വ്യക്തിപരമായ ചില അനുഭവങ്ങൾ അള്ളാഹു കൊടുക്കും. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, അയ്യൂബ് മൗലവി പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെ കാര്യങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൽ നമുക്കൊക്കെ കൗതുകമുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു, ഒരു ഭാഗം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസത്തെ ജീവിതം സ്ട്രക്ചേർഡാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇനി ഇപ്പം എന്താ ചെയ്യുക എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ആർക്കും ഇല്ല. കാരണം നമ്മൾ എഴുന്നേൽക്കുന്നത് 4:30 മണിയാണെങ്കിൽ അവിടെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം, പുരുഷനാണെങ്കിൽ പള്ളി, ഇങ്ങനെ സ്ട്രക്ചേർഡാണ്. ഏത് സമയം എടുത്താലും അവിടെ എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷൻ നമുക്കില്ല. സമ്പത്ത് കയ്യിലുണ്ട്, എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷൻ ഇല്ല. സമയം ഫ്രീ ആണിപ്പോൾ, എന്നാലും അവിടെ കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഖുർആൻ ഓതാം, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാം, അങ്ങനെ കുറേ സാധ്യതകൾ മുമ്പിലുണ്ട്. എന്നാൽ ഒരു ദൈവനിഷേധിയുടെ മുമ്പിൽ, ഒരു എത്തീസ്റ്റിന്റെ മുമ്പിൽ അയാളുടെ ഒരു ദിനം എങ്ങനെ? അയാൾ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതവിശ്വാസിയാണെങ്കിൽ അയാളുടെ മതാചാര പ്രകാരം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടാവും. എന്നാൽ ഒരു എത്തീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാളെ മുമ്പിൽ എന്താ ഉള്ളത്? ഈ ചോദ്യം ഞാൻ അയാളോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദർസിൽ പഠിച്ച വ്യക്തിയാണല്ലോ, മുസ്ലിമായിട്ട് യുക്തിവാദി ആയ ആളാണല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ അന്നും 4:30 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. ഈ 19 വർഷം ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആ കാലയളവിലും രാവിലെ 4:30 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. ഞാൻ അത്ഭുതത്തോടെ 4:30 മണിക്കോ, നിങ്ങൾ എന്തിനാ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ശീലിച്ചൊരു ശീലമുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക? 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും, എന്നിട്ടോ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ട്രാൻസ്ലേഷൻ വായിക്കും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ല ഖുർആൻ ഓതും എന്നാണോ? ഖുർആൻ ഓതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് മുസ്ലിം ആയിരുന്നു. അപ്പോൾ ഭാര്യ പറയുമായിരുന്നു, നിങ്ങൾ ഖുർആൻ ഓതല്ലേ, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അത് അവഹേളിക്കലാണ്, നിങ്ങൾ ഇസ്ലാം പകല് പോയി ഖുർആനെതിരെ പ്രസംഗിക്കുക, എന്നിട്ട് പാതിരാത്രി ഖുർആൻ ഓതാന്ന് പറഞ്ഞാൽ. പക്ഷേ അയാൾ പറഞ്ഞു, ഞാൻ ഖുർആൻ ഓതുന്നത് ഖുർആന്റെ ബറക്കത്ത് ലഭിക്കാനോ ഖുർആനിൽ നിന്നും ആ കൂലി ലഭിക്കാനല്ല, ഖുർആനിൽ എന്താണ് വിമർശിക്കാനുള്ളത് എനിക്ക്. ഇന്നത്തെ പ്രസംഗത്തിൽ ഖുർആനിൻ്റെ ഏത് ഖണ്ഡികയാണ്, ഏത് സൂക്തത്തിനെയാണ് എനിക്ക് വിമർശിക്കാനുള്ളത് എന്ന് ചിന്തിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അത്രയും കാലം ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ഓരോ ഭാഗങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വിമർശിക്കാനുള്ള മേഖലകളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓതിയ ഭാഗങ്ങളിൽ എനിക്ക് വിമർശനമായി തോന്നിയ ഭാഗങ്ങൾ തന്നെ എനിക്ക് അനുകൂലമായി ചിന്തിക്കാനുള്ള വഴി നൽകി എന്നും അദ്ദേഹം പറയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ തിരിച്ചു വരവിനുള്ള കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അളിയൻ മരണപ്പെട്ടു. അദ്ദേഹം ഒരു സഖാഫിയായിരുന്നു, സുന്നിയായിരുന്നു, ദർസിലൊക്കെ പഠിച്ച് ബിരുദമൊക്കെ എടുത്ത വ്യക്തിയായിരുന്നു. 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം ആകസ്മികമായി ആക്സിഡൻറ്റോ മറ്റോ ആ ഒരു രീതിയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഈ മരണം ഇയാളെ ഇരുത്തി ചിന്തിപ്പിച്ചു. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട മനുഷ്യൻ, ഒരുപാട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ, എന്തൊക്കെയോ നേടിയെടുത്തു എന്ന് ചിന്തിച്ച മനുഷ്യൻ, എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട്. ഇപ്പം നമ്മളൊരു ചെക്കപ്പിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളെ ലിവറിൻ്റെയും കിഡ്നിൻ്റെയും ഹാർട്ടിൻ്റെയും ബ്രെയിൻ്റെയൊക്കെയും അല്ലെങ്കിൽ മറ്റൊക്കെ ഫംഗ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്ര വർഷം ജീവിക്കും എന്ന് മെഡിക്കൽ സയൻസിന് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യം നോക്കും, നിങ്ങൾ സ്മോക്ക് ചെയ്യുമെന്ന് ചോദിക്കും, നിങ്ങൾ മദ്യപിക്കുന്ന ആളാണോ, നിങ്ങൾക്ക് നിലവിൽ ബിപിൻ്റെ പ്രശ്നമുണ്ടോ, ഷുഗറിൻ്റെ പ്രശ്നമുണ്ടോ, ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ശരാശരി എത്ര വർഷം ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ഏകദേശ കണക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിന് നൽകാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത മനുഷ്യൻ, മദ്യപിക്കാത്ത മനുഷ്യൻ, സ്മോക്ക് ചെയ്യാത്ത മനുഷ്യൻ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നമില്ലാത്ത മനുഷ്യൻ, ആരോഗ്യം മെഡിക്കൽ സയൻസ് 70-80 വർഷം ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഭൂമിയിൽ നിന്ന് വിടം പറഞ്ഞു പോകുന്നു.
ഇത് അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ ചിന്തയിൽ നിന്നും രൂപപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം പറയാണ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. അപ്പോൾ എല്ലാവരും നാട്ടുകാരൊക്കെ അന്താളിച്ചു. നാട്ടുകാർക്ക് അറിയാം ഇയാൾ യുക്തിവാദിയാണ്. ഇയാൾ പറയേണ്ട പെരുന്നാൾ ദിവസമായാലും അദ്ദേഹം അന്ന് ഇറച്ചി വാങ്ങാൻ വേണ്ടി പോകും. അപ്പോൾ ഇറച്ചിക്കടക്കാരെ ചോദിക്കും അത്രേ യുക്തിവാദികൾക്കും പെരുന്നാളുണ്ടോ എന്ന് ചോദിച്ച് പരിഹസിക്കാറുണ്ടായിരുന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തിരിച്ചുവിട്ടത് ഈ ഒരു മരണമായിരുന്നു. ഞാൻ പറയുന്നത് ഒരു പക്ഷേ അല്ലാഹു തആല ഓരോ വ്യക്തികൾക്കും ഇങ്ങനെ വ്യക്തിപരമായ ചില അവസ്ഥകൾ നൽകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമുക്കുള്ള സിഗ്നലാണ്. ഒരു പക്ഷേ രോഗമായിരിക്കാം, ഒരുപക്ഷെ മരണമായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും വലിയ വലിയ സംഭവ വികാസങ്ങളായിരിക്കാം. എന്നാൽ അല്ലാഹു തആല പൊതുവായ എല്ലാ മനുഷ്യന്മാർക്കും തിരിച്ചറിയാനും അശ്രദ്ധയിൽ നിന്നും മാറാനൊക്കെ നൽകുന്ന അവസരമാണ് പരിശുദ്ധമായ റമദാൻ പോലെയുള്ള പൊതുവായ അവസരങ്ങൾ. ഒരു മാസം മുഴുവൻ ഇബാദത്തിന് വേണ്ടി, ഒരു മാസം മുഴുവൻ അള്ളാഹുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം സജ്ജമായ അമലുകൾ കൊണ്ട് അള്ളാഹു ഒരു മാസം നമുക്ക് നൽകുകയാണ്. അള്ളാഹു നമ്മൾക്ക് എത്തിക്കുമാറാകട്ടെ. കേവലം ഒരു മാസത്തിലേക്കുള്ള യാത്രയല്ല അത്. 2 മാസം മുമ്പേ റജബിൽ തന്നെ ദുആ കൊണ്ട് സജീവമാകാൻ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലെ, നമ്മുടെ നാടുകളിലൊക്കെ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല. ആ പരിപാടികളൊന്നും തന്നെ ഒരുപാട് നാളത്തെ അധ്വാനം ഉണ്ടാകും അതിൻ്റെ പിന്നിൽ. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നമ്മളതിൻ്റെ ഡേറ്റ് കാണും, ആരൊക്കെയാണ് ക്ഷണിക്കേണ്ടത് എന്ന് ലിസ്റ്റ് തയ്യാറാക്കും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കാണും, എന്ത് ഭക്ഷണം കൊടുക്കണം നമ്മൾ ആലോചിക്കും. ഇതിനുവേണ്ടി ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുക്കി കൂട്ടിയിട്ടാണ് നമ്മൾ ആ മഹത്തായ സന്ദർഭത്തിലേക്കും സംഭവത്തിലേക്കും നമ്മൾ കടക്കുക. ഇതുപോലെ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 2 മാസം മുമ്പ് ഒരുങ്ങാൻ വേണ്ടി അള്ളാഹു നമ്മോട് പറയാണ്. 1 മാസം നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി പരിശുദ്ധമായ റജബ്. ഇതാ നബി തങ്ങൾ ദുആ ചെയ്ത അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനെ, റജബിൽ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. വ ശഅബാൻ, ശഅബാനിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധമായ റമളാനിലേക്ക് എന്നെ നീ എത്തിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസിൽ ഒരുപാട് റമളാനുകൾ നമ്മുടേത് കഴിഞ്ഞുപോയി. 10, 20, 30, 40 റമളാനുകൾ കഴിഞ്ഞുപോയി. ഈ റമളാനുകൾക്ക് ശേഷം ഇനിയൊരു റമളാൻ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് ആർക്കും ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ആ റമളാനിലേക്ക് എത്തണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മുതലേ ദുആ കൊണ്ട് ഒരുങ്ങി ശഅബാനിലാകുമ്പോഴേക്ക് നബി തങ്ങളുടെ ഇബാദത്തിന്റെ ശക്തി വർദ്ധിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനായി കഴിഞ്ഞാൽ വളരെ കൂടുതലായി നോമ്പ് നോക്കുമായിരുന്നു. ആയിഷ ബീവി പറയുന്നുണ്ട്, 1 മാസം മുഴുവൻ നബി തങ്ങൾ നോമ്പെടുക്കുന്നത് അത് റമളാനിൽ മാത്രമാണ്. 1 മാസം മുഴുവൻ നോമ്പെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പെടുക്കുന്നത് അത് ശഅബാനിലായിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അബൂ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലം അറക തസൂമു ശഹ്റൻ മിനശ്ശുഹൂർ. തങ്ങളെ മറ്റ് മാസങ്ങളിൽ നോമ്പെടുക്കുന്നത് പോലെ അല്ലാതെ ശഅബാനിൽ എന്താണ് ഇങ്ങനെ കൂടുതൽ നോമ്പെടുക്കാനുള്ള കാരണം? മാ തസൂമു മിൻ ശഅബാൻ, എന്താ ശഅബാനിൽ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക നോമ്പ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ശഹ്റുൻ, ഈ മാസം ഏതാ നിങ്ങൾക്ക് അറിയുമോ? ഷഹ്റുൻ യഗ്ഫുറുൻ നാസു അൻഹു, ഈ മാസത്തിൽ അധികം ആളുകളും അശ്രദ്ധയിലേക്ക് പോകുന്ന മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന റജബ വ ശഅബാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ശഅബാൻ എന്ന് സഫിഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? റജബ് ആകുമ്പോൾ റജബായല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും. പിന്നെ ചിന്തിക്കും ഏതായാലും റമളാൻ വരെയല്ലേ, അപ്പൊ റമളാനോട് കൂടി തുടങ്ങാം, റമളാനോടുകൂടി നിസ്കാരം ആരംഭിക്കാം, റമളാനോടുകൂടി ഖുർആൻ ഷരീഫിന്റെ തിലാവത്ത് ആരംഭിക്കാം, റമളാനോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാം എന്ന് അശ്രദ്ധമായിക്കൊണ്ട് ശഅബാനിനെ മാക്സിമം ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലാണ് പല മനുഷ്യന്മാരും ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. അതുകൊണ്ട് മനുഷ്യന്മാരെല്ലാം അശ്രദ്ധയിലാകുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അള്ളാഹുവിനെ കൂടുതൽ ആഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ വിനയാനിതനാവുകയും ചെയ്യുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണ് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് മറ്റൊരു ഹദീസിന്റെ വിധങ്ങൾ പറഞ്ഞത്, 3 കൂട്ടം ആളുകളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ്, 3 കൂട്ടം ആളുകളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്.
ആരാണ് ആ 3 കൂട്ടം ആളുകൾ? ഒന്നാമത്തെ വിഭാഗം നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് കുറേ ആളുകൾ ഇഷ്ടമാണ്, അള്ളാഹു നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഗണത്തിൽ അള്ളാഹു നമ്മൾ പെടുത്തുമാറാകട്ടെ. എന്നാൽ ചിലതിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന അർത്ഥത്തിൽ നബി തങ്ങൾ പഠിപ്പിക്കാൻ ഒരു വിഭാഗം, ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആവശ്യവുമായി മുമ്പിൽ വന്ന് ചോദിച്ചു, യാചന നടത്തി. അദ്ദേഹത്തിൻ്റെ എന്തോ പ്രശ്നങ്ങൾ പറഞ്ഞു, പ്രയാസങ്ങൾ പറഞ്ഞു, യാചന നടത്തി. ആരും ഇദ്ദേഹത്തിനെ സഹായിച്ചില്ല. യാചിച്ചു വന്ന വ്യക്തി അയാൾ തിരിച്ചു പോവുകയാണ്. ഈ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ആ മജ്‌ലിസിലുണ്ടായ ഒരു വ്യക്തിക്ക് ഈ മനുഷ്യനോട് സഹതാപം തോന്നുകയും അയാൾ തിരിച്ചുപോയി ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക്, ആരും കാണാതെ ശ്രദ്ധിക്കാതെ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് തിരിച്ചുപോയി അയാൾ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചറിയുകയും ആ ആവശ്യത്തിന് ഇയാൾക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ നൽകുകയും ചെയ്തു. ഈ മനുഷ്യനെ അള്ളാഹുവിന് അതിയായി ഇഷ്ടമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? നമ്മൾ അവിടെ നോക്കിയാൽ അവിടെ എന്താ പറ്റിയ ഒരു വിഷയം? അവിടെ എല്ലാവരും അശ്രദ്ധയിലായപ്പോൾ ഒരു മനുഷ്യൻ യാചിക്കുമ്പോൾ കുറേ ആളുകൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് അതിന് പറയാം. കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കാണുകയാണ്. ഒരാൾ മാത്രമാണ് അത് കാണുന്നതെങ്കിൽ എങ്ങനെ പോയാൽ അയാൾ രക്ഷിക്കും, അയാൾ സഹായിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കും. ഒരു 10 ആൾ അവിടെ ഉണ്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ 10 ആളുണ്ട്, 10 ആൾ ഒരു ആക്സിഡന്റിന്റെ രംഗം കാണുന്നുണ്ടെങ്കിൽ ആദ്യം ആര് പോകും എന്ന വിഷയത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഞാൻ ചിന്തിക്കും അവനുണ്ടല്ലോ, അവൻ നോക്കും, അവൻ ചിന്തിക്കും ഞാനുണ്ടല്ലോ. ഇങ്ങനെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളിലേക്ക് ഈ ഉത്തരവാദിത്തത്തിനെ കൈമാറിയിട്ട് തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് മനുഷ്യന്മാർ നടത്തുക. ഈ അർത്ഥത്തിൽ ആ യാചകം വന്നപ്പോൾ ആരും പരിഗണിച്ചില്ല. എല്ലാവരും അശ്രദ്ധയിലായി. അയാൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന ചിന്തയുണ്ടായി. പക്ഷേ ഈ മനുഷ്യൻ എല്ലാവരും അശ്രദ്ധയിലായപ്പോൾ ഇയാൾക്ക് ചിന്തയുണ്ടായി. ഇയാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് ദാരിദ്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. എനിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് അനുകൂല സാഹചര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന ചിന്ത ഉണ്ടാവുകയും ആ അർത്ഥത്തിലാണ് ആ മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത്. ആ എഴുന്നേറ്റ് പോയി ആരും അറിയാതെ സഹായിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന് എത്ര ഇഷ്ടമുണ്ടായത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സംഘം ഖൗമുൻ സാറു ലൈലൻ, ഒരു സമൂഹം രാത്രിയിൽ യാത്ര ചെയ്തു പോവുകയാണ്. യാത്രക്കിടയിൽ അവർക്ക് വിശ്രമിക്കേണ്ടി വന്നു. ഉറക്കം അവരെ പിടികൂടി. അവരെല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി കടന്നു. യാത്രയിൽ തന്നെ നമുക്കറിയാലോ, ഫർദ് നിസ്കാരത്തിൽ വരെ അളവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. 4 നിസ്കരിക്കേണ്ട 2 നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. 81-82 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 4 2 2 നിസ്കാരത്തിന് ഒരു നേരത്ത് നിസ്കരിക്കാം എന്നൊക്കെ ശറഅ് പഠിപ്പിച്ചു. രാത്രിയാകുമ്പോൾ പിന്നെ യാത്രൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി കടന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അയാൾ എഴുന്നേറ്റു. എല്ലാവരും വിശ്രമിക്കുമ്പോൾ എല്ലാവരും അവരുടെ ഹലാലായ ആവശ്യം പൂർത്തീകരിക്കാൻ ഉറക്കം എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റു. അയാൾ വുളൂ ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറയാണ്, ഫഖാമ യതമല്ലഖുനി വയത്ലു ആയാതി. അയാൾ വുളൂ ചെയ്ത് 2 റക്അത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അയാൾ ഓതുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ മനുഷ്യനെയും അള്ളാഹുവിന് അതിയായി ഇഷ്ടമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടത്തെയും പൊതുവായ ഘടകം? എല്ലാവരും അശ്രദ്ധയിലായപ്പോൾ ഒരു മനുഷ്യൻ മാത്രം അള്ളാഹുവിനെ ഓർമ്മിക്കുന്നു. മൂന്നാമത്തെ വിഭാഗമാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഒരു സമൂഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടർക്കളത്തിൽ പോരാട്ട ഭൂമിയിൽ നിൽക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഈ മുസ്ലിം സംഘത്തിലുള്ള എല്ലാ ആളുകളും പിന്തിരിഞ്ഞോടി. ഇനി മുന്നോട്ടേക്ക് ജയിക്കാനുള്ള വഴികളില്ല എന്ന് കണ്ടപ്പോൾ, മരണത്തെ ഭയന്നപ്പോൾ അവരെല്ലാവരും പിറകോട്ടേക്ക് അടിച്ചു. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഷഹാദത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്നു. ആ മനുഷ്യനെയും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പൊതുവായ കാരണം, എല്ലാവരും അശ്രദ്ധയിലാകുമ്പോൾ ഉറച്ചു നിന്നൊരു മനുഷ്യൻ. അപ്പൊ ഇതാണ് പരിശുദ്ധമായ ശഅബാൻ. അധികം മനുഷ്യരും അശ്രദ്ധയിലാകുന്ന സമയമാണ്. ആ സമയത്ത് എന്താ പറയുക, നമ്മളും അശ്രദ്ധയിലാകുക. അതല്ല ഒരു മുഅ്മിന്റെ ചിന്ത. സോഷ്യൽ കൺഫോമിറ്റി അതാണ്. എന്താണോ ഭൂരിപക്ഷത്തിന്റെ നിലപാട്, അതിലേക്ക് നമ്മൾ ചേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അതാകുമ്പോൾ റിസ്ക് ഇല്ല. എല്ലാവരും അഭിപ്രായം എന്താണോ ആ അഭിപ്രായം ഞാൻ ഏറ്റെടുത്താൽ പിന്നെ എനിക്കെതിരെ കൂടുതൽ വിമർശനങ്ങൾ വരാൻ സാധ്യതയില്ല. എല്ലാവരും എന്താണോ ചെയ്യുന്നത് അതും ഞാൻ ചെയ്താൽ എനിക്കെതിരെ അല്ലെങ്കിൽ നമുക്കെതിരെ വിമർശനങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് ശരിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാഗവാക്കാകാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആൾക്കൂട്ടം ചെയ്യുന്നത്, ഭൂരിപക്ഷം നിലനിൽക്കുന്നത് അത് അസത്യത്തിൻ്റെ കൂടെയാണെങ്കിൽ,
തിന്മയുടെ കൂടെയാണെങ്കിൽ, അവർ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുന്നത് നബി തങ്ങൾ പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹറജി കഹിജറത്തിൻ ഇലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്രദ്ധയുടെ കാലഘട്ടത്തിൽ ഇബാദത്ത് ചെയ്യുന്നവന്റെ സവാബ് എന്താണ്? കഹിജറത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഒരാൾ ദൂര നാട്ടിൽ നിന്നും യാത്ര ചെയ്ത് മദീനത്തേക്കോ മക്കത്തേക്കോ ഹിജറ ചെയ്ത് വന്നാൽ അയാൾക്ക് എങ്ങനത്തെ കൂലിയായിരിക്കും കിട്ടുക? അതുപോലത്തെ സവാബ് ലഭിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മാസം പൊതുവിൽ അശ്രദ്ധമാകാൻ സാധ്യതയുള്ള മാസമാണ്. നമ്മൾ ഈ വിഷയത്തിൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുടെ വിഷയത്തിൽ, പ്രിയമുള്ളവരെ, സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വ്യവഹാരമാകട്ടെ, അവിടെ എല്ലാവരും അശ്രദ്ധയിലാകുമ്പോൾ അവിടെ അള്ളാഹുവിന് അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളും അതിൻ്റെ ഭാഗവക്കാകുക എന്നതല്ല ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ ധർമ്മം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അതിനെ നല്ല രീതിയിൽ അതിൻ്റെ ദീനീ വശം പറഞ്ഞു കൊടുത്ത് അവർക്ക് ഖൈറ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മുഅ്മിന്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. അംറും ബിൽ മഅറൂഫ് നഹ്യി അനിൽ മുൻകർ. ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ശറഅ് പറഞ്ഞെന്താ? ദുആ ചെയ്യുകയും ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അതബറഉ ഇലൈക മിമ്മാ യഫ്അലു ഹൗലായി. പടച്ചവനെ, എനിക്ക് വേറെ നിവൃത്തിയില്ല, വേറൊരു ജോലിക്ക് തേടാനുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോയേനെ. പക്ഷേ എൻ്റെ നിവൃത്തി കൊണ്ട് എൻ്റെ കുടുംബത്തിനെ പോറ്റണം, എൻ്റെ മക്കൾക്ക് ഭക്ഷണം നൽകണം. അതുകൊണ്ട് ഹലാലായ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കസ്ബിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി വന്നത്. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പശ്ചാത്തലം ഹറാമിൻ്റെ പശ്ചാത്തലമാണ്. അല്ലാഹുവേ, ഞാൻ ശ്രമിച്ചു, എന്നെ ഇവർക്ക് കിട്ടുന്ന ശിക്ഷയിൽ നിന്നും എന്നെ ഒഴിവാക്കണമേ, ഞാനിതിൽ നിന്നും ഒഴിവായവനാണ് അല്ലാഹുവേ എന്നെങ്കിലും നമുക്ക് ദുആ ചെയ്യാൻ, അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കെൽപ്പുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് അൽ ഇബാദത്തു ഫിൽ ഹറജി കഹിജറത്തിൻ ഇലയ്യ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് നബി നിങ്ങൾ പറഞ്ഞ കാരണം, അപ്പോൾ ചോദിച്ചല്ലോ എന്താണ് നബിയെ ശഅബാനിൽ ഇത്രമാത്രം നോമ്പെടുക്കാനുള്ള കാരണം? ഒന്നാമത് നബി നിങ്ങൾ പറഞ്ഞു കാരണം ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു, ജനങ്ങളെല്ലാം അശ്രദ്ധയിലാകുന്ന മാസം, നമ്മൾ കൂടുതലായി അള്ളാഹുവിനെ ഓർക്കേണ്ടുന്ന സമയമാണ്. രണ്ടാമത് നബി നിങ്ങൾ പറഞ്ഞു വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, എൻ്റെ ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകളെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഖിയാമത്ത് നാളിൻ്റെ രംഗം അള്ളാഹു ഇങ്ങനെ പറയുമ്പോൾ, നമ്മുടെ അമലുകളുടെ കണക്ക് പുസ്തകം ഇങ്ങനെ കാണിക്കുമ്പോൾ മനുഷ്യൻ അത്ഭുതപ്പെട്ട് പറയും, പടച്ചവനെ, ഇതിലൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ചിന്തിച്ച ചിന്തകൾ പോലും ആരും അറിയില്ല എന്നത് നമ്മൾ വിചാരിച്ചത് പോലും, ആരും അറിയരുത് എന്ന് നമ്മൾ തീരുമാനിച്ചത് പോലും എല്ലാം ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ, എൻ്റെ മേൽ, നമ്മുടെ മേൽ സൂക്ഷിപ്പുകാരായ മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കേവലം നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നൊരു യാഥാർത്ഥ്യമല്ല, ഇത് സത്യമാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ ആഖിറത്തിൽ നമ്മുടെ കയ്യിൽ ഈ കിതാബ് നൽകപ്പെടുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ നമുക്കെല്ലാം വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ആഖിറത്തിൻ്റെ കഥ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അധ്യാപനങ്ങൾ, ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുക. ഒന്ന്, എല്ലാ ദിവസത്തെയും അമലുകളുടെ ഒരു അപ്ഡേഷൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉണ്ടാകും. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വന്നഹാർ, ഒരു സംഘം മലക്കുകൾ രാത്രി നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലും ഏറ്റവും ചുരുങ്ങിയത് 12 മലക്കെങ്കിലും ഉണ്ടാവുന്ന ഹദീസുകളൊക്കെ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ വേണ്ടി ഒരു സംഘം മലക്കുകൾ, രാത്രി ഒരു സംഘം മലക്കുകൾ, വൈകുന്നേരം ഒരു സംഘം, പകലൊരു സംഘം മലക്കുകൾ. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകും. പിന്നെ ആഴ്ച തോറുമുള്ള അമലുകളുടെ പ്രത്യേകമായ, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡീപ്പ് സ്റ്റഡി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കമ്പനീൻ്റെ ഒക്കെ, നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിനൊക്കെ ഡെയിലി നമ്മൾ കണക്കൂട്ടും. ആഴ്ച ആകുമ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. എന്നതുപോലെ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നമ്മൾ ഒരു വീക്കിൽ അനാലിസിസ് നടത്തിയിട്ട് അള്ളാഹുവിന് മുമ്പിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക മലക്കുകളിൽ കൂടിയിട്ട്. അള്ളാഹ്ക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല, നമുക്കിത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. മനുഷ്യൻ ആടെത്തിയാലും കളവ് പറയും.
ഞാൻ അങ്ങോട്ടേക്കൊന്നും കിടക്കുന്നില്ല. മൂന്നാമത് വാർഷികമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വർഷത്തെ കംപ്ലീറ്റ് റിപ്പോർട്ട് അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ വർഷത്തെ മുഴുവൻ നമസ്കാരം, ഈ വർഷത്തെ മുഴുവൻ നോമ്പ്, ഈ വർഷം തിന്ന് ഹറാമിന്റെ കണക്കുകൾ, ഈ വർഷം കണ്ട ഹറാമിന്റെ കണക്കുകൾ, ഈ വർഷം ചെയ്ത ഹലാലുകൾ, ഈ വർഷം ചെയ്ത സദഖകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതും നോമ്പും തമ്മിൽ എന്താ ബന്ധം? നബി തങ്ങൾ പറയാണ്, അങ്ങനെ ഒരു വർഷത്തിലെ മുഴുവൻ അമലുകളും ശഅബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഏട് അള്ളാഹുവിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ, ആ ഒരു വർഷത്തെ റിപ്പോർട്ട് അള്ളാഹുവിന് മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹു എന്നെ നോക്കുമല്ലോ ആ സമയത്ത്, അപ്പോൾ എന്നെ നോമ്പുകാരനായി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നടപ്പിന് വിധിച്ചുകൊണ്ട് പല തടവുകാർക്കും ശിക്ഷയിൽ ഇളവ് ചെയ്ത് കൊടുക്കാറുണ്ട്. വധശിക്ഷ ചിലപ്പോൾ ജീവപര്യന്തം എന്താകും, ഇരട്ട ജീവപര്യന്തം ചിലപ്പോൾ സിംഗിളാകും, ഇത്ര വർഷം എന്നുള്ളത് വർഷം ചുരുക്കി കൊടുക്കും, അല്ലെങ്കിൽ അതിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്ന പല രീതികൾ നമ്മുടെ നാട്ടിലെ സാധാരണ തടവറയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു മുഅ്മിൻ നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരുപാട് വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിലൊക്കെ അബദ്ധങ്ങളും വീഴ്ചകളും പറ്റിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ അള്ളാഹു റിപ്പോർട്ട് നോക്കുമ്പോൾ, ആ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് ആ മനുഷ്യൻ എന്നോടുള്ള വിധേയത്വത്തിന്റെ പേരിൽ, എന്നോടുള്ള അടിമത്ത ബോധത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിന് പഠിച്ചവനെ, ഞാനിതാ എൻ്റെ വെള്ളവും എനിക്ക് ഹലാലാക്കിയ ഭക്ഷണവും എനിക്ക് ഹലാലാക്കിയ എൻ്റെ ഇണയും എൻ്റെ സൗകര്യങ്ങളൊക്കെ ഇത് അള്ളാഹു ഞാൻ നിന്റെ മുമ്പിൽ ഉപേക്ഷിക്കുകയാണ്. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ച രണ്ടാമത്തെ പൊരുൾ. ഞാൻ ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതിങ്ങനെ ആശയം പറയുകയും ആശയം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും നോമ്പെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലം ഒന്നായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നു ശഅബാൻ മാസത്തിൽ. ആ ഒരു ഇഖ്തിദാ ആ ഒരു പിൻപറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശിഷ്യ സഹോദരിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് കഴിഞ്ഞ റമദാനിലൊക്കെ പലപ്പോഴും ഈ ഹൈദിൻ്റെ പേരിൽ, ഈ മെൻസ്ട്രേഷൻ്റെ പേരിലൊക്കെ പല നോമ്പുകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ഈ റമദാൻ വരുന്നതിന് മുമ്പ് തീർച്ചയായും അവർ അത് എടുത്ത് വീട്ടേണ്ടതുണ്ട്, ഖളാ വീട്ടേണ്ടതുണ്ട്. അവർക്കുമുള്ള ഏറ്റവും നല്ല അവസരമാണ് ശഅബാനിലെ നോമ്പ്. സ്ഥിരമായി നോമ്പ് പിടിച്ച് വരുന്ന ആളുകൾ, ഇപ്പം ചില ആളുകളുണ്ടാവും എല്ലാ തിങ്കളും വ്യാഴൊക്കെ നോമ്പ് പിടിച്ച് വരുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശഅബാനിൽ എപ്പോഴും നോമ്പെടുക്കാം, 15 കഴിഞ്ഞാലും നോമ്പെടുക്കാം. എന്നാൽ സ്ഥിരമായി നോമ്പെടുക്കാത്ത ആളുകളാണെങ്കിൽ ശഅബാൻ 15 കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന് ഫുഖഹാ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിന് വേറെ നബി തങ്ങളുടെ ഹദീസുകൾ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇതൊന്നും തീരെ നോമ്പെടുക്കാതെ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത റമദാനിലാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ റമദാനിൻ്റെ അന്ന് നോമ്പെടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെട്ട് കൊള്ളണമെന്നുണ്ടാവില്ല. അതിൻ്റെ പ്രതിഷേധങ്ങൾ ശരീരം കാണിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ റമദാനിൻ്റെ നോമ്പിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടി ശരീരത്തിനെ തയ്യാറെടുപ്പിക്കാൻ കൂടി ശഅബാനിൻ്റെ സുന്നത്ത് നോമ്പുകൾ സഹായിക്കുമെന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഏതുപോലെ ഏത് ഫർദ് നിസ്കാരം നോക്കിയാലും അതിൻ്റെ മുമ്പ് ഒരു സുന്നത്ത് നിസ്കാരം ഉണ്ടാവും. ആ സുന്നത്തൊക്കെ നിസ്കരിച്ച് ഒന്ന് ഒരുങ്ങിയിട്ട് വേണം ഫർദ് നിസ്കരിക്കാൻ. അപ്പം എന്തിനാ? ഫർദിന് സഹായകരമാകാൻ വേണ്ടിയിട്ടാണ്. എന്നതുപോലെ നമ്മുടെ റമദാനിലേക്ക് മുന്നൊരുക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശഅബാനിൽ സുന്നത്ത് നോമ്പ് എടുക്കേണ്ടത്. റമദാനിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഖത്തം തീർക്കാം എന്ന് കരുതുന്നവരുണ്ടാകും. റമദാനിൻ്റെ ഒന്ന് പെട്ടെന്ന് അങ്ങനെ നമുക്കൊരു ഖുർആനിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ ശഅബാൻ മാസത്തിൽ അവരുടെയൊക്കെ കിതാബുകൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇബാറത്തുണ്ട്, ഒരു വാചകം. ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അവർ അവരുടെ കടകളും സ്ഥാപനങ്ങളൊക്കെ അടക്കുമായിരുന്നു. എന്നിട്ട് മുഴുവൻ സമയം ഇബാദത്തിലായിരുന്നു. അകബ്ബു അൽ മസാഹിഫ് എന്നാണ് കാണാൻ പറ്റുന്നത്. മുസ്ഹഫിൻ്റെ മുമ്പിൽ അവർ മുട്ടുകുത്തിയിരിക്കുമായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. അപ്പം എന്താ കാര്യം? ശഅബാനിൽ നമ്മൾ ഓതി തുടങ്ങി ഖുർആനുമായൊരു ബന്ധം വന്നാലാണ് റമദാൻ മാസം 2, 3 ഖത്മുകൾ നമുക്ക് തീർക്കാൻ വേണ്ടി സാധിക്കുക. റമദാനിന് മുമ്പേ തന്നെ നമ്മൾ സുന്നത്ത് നിസ്കാരം കൂട്ടുക, വിത്ർ 2, 4, 8 നിസ്കരിക്കുക. എന്നാലാണ് റമദാനിന്റെ തറാവീഹ് നമുക്ക് എളുപ്പമാവുക. അല്ലെങ്കിൽ റമദാനിന്റെ ഒന്നാമത്തെ രാത്രി പെട്ടെന്ന് നമ്മൾ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അത് ശരീരത്തിന് മനസ്സിനൊക്കെ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ റജബ് മുതലേ മാനസികവും ആത്മീയവും ശാരീരികവുമായ പരിശീലനം നമ്മുടെ മുമ്പിൽ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അറിയില്ല ഈ റമദാൻ നമ്മൾ ഉണ്ടാകുമോ അടുത്ത റമദാൻ നാളെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പറയപ്പെടുന്നുണ്ട് കിതാബുകളിൽ കാണാം, മരിച്ചുപോയ ആളോട് ചോദിക്കപ്പെടും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ടാൽ ഖബർ ആളുകൾ ആഗ്രഹിക്കുന്നത് യൗമുൻ മിൻ റമദാൻ, റമദാനിലെ ഒരു ദിവസം കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകും അവർ എന്ന് നമുക്ക് കിതാബുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എൻ്റെ ആവശ്യമാണിത്.
നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് എൻ്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അതിനുള്ള മുന്നോടിയാണ് ഈ റമദാൻ. ആ അർത്ഥത്തിൽ നമ്മൾ ഷാബാനിനെ കാണണം. ഷാബാന് വേണ്ടി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഒരുങ്ങുവാനും റമദാനിനെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി